അങ്ങനെ തന്നെ നമ്മുടെ 50 നോമ്പൊക്കെ കഴിയാറായി. ഈസ്റ്റർ അങ്ങ് എത്താറായി. ഈസ്റ്ററിന് മുന്നേ ഓശാനയുടെ തലേന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കൊഴുക്കട്ട. ശർക്കരയൊക്കെ നന്നായി പൊടിച്ചിട്ട് നല്ല ഉരുക്കിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ജീരകവും ചുക്കും അല്ലെങ്കിൽ പിന്നെ ഏലക്കായൊക്കെ പൊടിച്ചതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ചധികം നാളികേരം കൂടി ഇട്ടിട്ടാണ് നമ്മൾ അതിനാവശ്യത്തിനുള്ള ആ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ ഓശാനയുടെ ആ ഒരു സമയത്ത് മാത്രമല്ല, അല്ലാതെ ആണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു പലഹാരമാണ്. ഇതുണ്ടാക്കാനായിട്ട് ഓശാന വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് എപ്പോൾ കഴിക്കാൻ തോന്നിയാലും ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. ഈവനിങ് ഒരു ചായക്കൊക്കെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു വകഭേദം തന്നെയാണിത്. അട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇലയൊക്കെ വേണമല്ലോ. ഇതാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ വെച്ചുണ്ടാക്കാൻ പറ്റും. എന്തായാലും ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് നമ്മുടെ ഈ മാവൊക്കെ കുഴച്ചെടുത്തിട്ട് ഇതിനെ ഇതുപോലെ ചെറിയ ബോൾ പോലെ ആക്കി അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കുഴി പോലെ ആക്കിയിട്ട് നമ്മൾ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതിനൊരു ബോൾ പോലെ ഷേപ്പ് ആക്കിയെടുക്കും. എന്നിട്ട് നമുക്കത് സ്റ്റീം ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ടാവും.